യാക്കോബായ സഭയുടെ കാതോലിക്ക ബാവയെ വാഴിക്കുന്ന ചടങ്ങിലേക്ക് LDF സർക്കാർ പ്രതിനിധി സംഘത്തെ അയച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനോട് നന്ദി അറിയിച്ച് ഓർത്തഡോക്സ് സഭ. കേന്ദ്രമന്ത്രിമാരെ അയക്കാതെ ഭാരതത്തിന്റെ ഉന്നതമായ ഭരണഘടനാ മൂല്യം കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിച്ചു എന്നാണ് പ്രശംസ. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, ഈ കേരളത്തിൽ നിന്ന് പ്രതിനിധി സംഘത്തെ അയക്കാതിരിക്കാൻ ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് കത്ത് അയച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. ഈ സഭാ തർക്കം എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കുന്ന ഒരു സങ്കടകരമായ കാര്യമല്ലേ? ഇന്നലെയായിരുന്നു ഈ യാക്കോബായ സഭയുടെ കാതോലിക്ക വാഴ്ച ലെബനനിൽ നടന്നത്. ഈ ചടങ്ങിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കരുതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലതരത്തിലുള്ള നടപടികൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമൊക്കെ കത്ത് നൽകുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം നിയമപരമായിട്ട് കോടതിയിൽ കേസ് നൽകുന്നതും ഒക്കെ ആയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷേ കേരളം സംസ്ഥാനം പ്രതിനിധി സംഘത്തെ അയച്ചിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ പ്രതിനിധി സംഘത്തെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരെ ആ സംഘത്തിൽ ഉൾപ്പെടുത്താത്തതിന് കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരെ ആ ചടങ്ങിലേക്ക് അയക്കാതിരുന്നത് ഭാരതത്തിന്റെ ഉന്നതമായ ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിച്ചു, അതിന് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നുവെന്നാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ആ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ തലവന്മാരും അതിൽ ചില തലവന്മാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. അവർക്കും ഇത്തരത്തിൽ അവരും സഭയുടെ ആശങ്ക ഗൗരവത്തോടു കൂടി തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഈ ജ്ഞാനായ സഭ പോലെയുള്ള സഭകളുടെ തലവന്മാർ അതിൽ പങ്കെടുക്കാതിരുന്നത് വളരെ അല്ലെങ്കിൽ അത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല അവർ പറയുന്നത് ആരുടെയെങ്കിലും വാഴിക്കലിനെ ഒരിക്കലും ഓർത്തഡോക്സ് സഭ എതിർത്തിട്ടില്ല, മറിച്ച് ഭാരതത്തിന്റെ ഭരണഘടനയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി വിധിയെയും മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട് ആ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് അവിടെ നടന്നത്. അതിനെയാണ് ഓർത്തഡോക്സ് സഭ പൂർണ്ണമായിട്ടും എതിർക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിന് കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതിന് നന്ദി പറയുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും മുമ്പും ഈ വിഷയത്തിൽ ഓർത്തഡോക്സ് സഭ കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പള്ളിത്തർക്ക വിഷയത്തിലടക്കം അതിനുശേഷം ഇപ്പോൾ ഈ കാതോലിക്ക വാഴ്ചയുടെ സമയത്തുമൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും പൂർണ്ണമായിട്ടും ഈ യാക്കോബായ സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ വാദങ്ങൾ കേൾക്കുന്നില്ല, അവരുടെ ആശങ്കകൾക്ക് കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാതികൾ അവർ പങ്കുവയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വരുന്ന തെരഞ്ഞെടുപ്പുകളടക്കം ബാധിക്കുമെന്നുള്ളൊരു സൂചന എന്നോണം തന്നെ അവർ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു ഓർത്തഡോക്സ് സഭ. പ്രത്യേകിച്ച് പലരുടെയും വീഴ്ചയ്ക്കും അത് ചിലരുടെയൊക്കെ വാഴ്ചയ്ക്കും കാരണമാകും എന്നുള്ള രീതിയിലുള്ള പദപ്രയോഗങ്ങളിലൂടെ തന്നെ പ്രതികരണങ്ങൾ ഓർത്തഡോക്സ് സഭ നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഈ വിഷയത്തിലടക്കം ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഗോകുൽ രമേശ് കോട്ടയത്ത് നിന്ന്.